ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മെറീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ്, അരിപ്പായസം. എങ്ങനെയാണ് അരിപ്പായസം പ്രിപ്പയർ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അത്യാവശ്യം വലിപ്പമുള്ള 3 തേങ്ങയുടെ പാലാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. 3-ാം പാല് ഞാൻ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 3-ാം പാല് 2 ലിറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 2 ലിറ്റർ 3-ാം പാല് തിളച്ച് വരുമ്പോഴത്തേക്കും 2 കപ്പ് അരിയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. 2 കപ്പ് അരി ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് കഴുകി വാരി എടുത്തേക്കുന്നതാണ്. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അത് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഈ കഴുകി വെച്ചേക്കുന്ന അരി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ 3-ാം പാലിൽ കിടന്നിട്ട് വേണം ഈ അരി വേവാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ പ്രത്യേകിച്ച് മറന്നു പോവുകയും ചെയ്യരുത്. ഇനി ഇത് ഞാനൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് വേവിക്കാൻ വേണ്ടി പോവുകയാണ്. ഇടയ്ക്ക് വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് അടപ്പ് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോവുകയും അല്ലെങ്കിൽ വെള്ളം പറ്റിയിട്ട് ഇത് അടി പിടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വെന്തെന്ന് തോന്നുന്നു കണ്ടിട്ട്. എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. 2-ാം പാല് ഇനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. വെള്ളം പോലെ പായസമായി പോയാലും ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ട് ഞാൻ 2-ാം പാല് 1 ലിറ്ററാണ് ഉള്ളത്. അത് കുറേശ്ശെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇപ്പം അത്യാവശ്യം പിന്നെയും വറ്റി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വേവ് നോക്കാം. ഇപ്പം പാകത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തേക്ക് ശർക്കര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശർക്കര ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. മധുരം കുറവ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ 1/2 കിലോ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം മധുരം ഇഷ്ടമുള്ളവർ ഒരു 3/4 കിലോയോളം ശർക്കര ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. 1/2 കിലോ ശർക്കര ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഉരുക്കി ഇത് ഉരുക്കിയിട്ട് അരിച്ചെടുത്തേക്കുന്ന ശർക്കരയാണ്. ഇത് ഞാനിവിടെ വൈറ്റ് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പായസത്തിന് ഒരുപാട് ഡാർക്ക് കളർ വരത്തില്ല. അല്ലാതെ നിങ്ങൾ നല്ല ഡാർക്ക് കളറായിട്ടുള്ള ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പായസം നല്ല ഡാർക്കായിട്ട് ഇരിക്കും. പിന്നെ ശർക്കര ഒഴിച്ചതിന് ശേഷം പിന്നെ അരി വേവത്തില്ല. ആദ്യം ഒരു കാരണവശാലും അരിയിലേക്ക് നമ്മൾ ശർക്കര ഉരുക്കി ഒഴിക്കാൻ പാടില്ല. കാരണം വേവത്തില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇനി കുറേശ്ശെ പാലും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് വേവിച്ച് എടുക്കാൻ വേണ്ടി. ഈ അരിപ്പായസമാണെങ്കിൽ പെട്ടെന്ന് കുറുകും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാനിങ്ങനെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്ത് ഇളക്കി ആണ് ഇത് വേവിച്ചെടുക്കുന്നത്. സാധാരണ പായസം കുടിക്കുമ്പം ഒരു ചെകിടിപ്പ് ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ നല്ല മധുരമുള്ള പായസമൊക്കെ ഒരു ഗ്ലാസ്സിൽ കൂടുതൽ നമുക്ക് കുടിക്കാൻ വേണ്ടി പറ്റത്തില്ല. എല്ലാ പായസവും ടേസ്റ്റിയാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഒരു വെറൈറ്റിയാണ് ഈ ഒരു അരിപ്പായസം എന്ന് പറയുന്നത്. കാരണം ഒരിക്കലും നമ്മൾ മടുക്കത്തില്ല എത്ര കുടിച്ചാലും. ഇനി ഇതിൻ്റെ അകത്തേക്ക് അല്പം ഉപ്പ്, ഒരുപാട് പാടില്ല, അല്പം ഉപ്പ്, എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും പായസം കുറുകി വന്നു. ഞാൻ 2-ാം പാല് കുറച്ചും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. 2-ാം പാല് കുറച്ച് ബാലൻസ് വരുവാണെങ്കിലും കുഴപ്പമില്ല. ഇനി പായസം ഒരുപാട് തണുത്ത് കഴിയുമ്പം കുറുകിയെന്ന് തോന്നുവാണെങ്കിൽ ആ ബാക്കിയുള്ള ബാലൻസ് പാല് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതില്ലെങ്കിൽ സാധാ പശുവും പാലാണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ളത് ഏലക്കപ്പൊടിയാണ്. കുറച്ച് ഏലക്കപ്പൊടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാം. ഇനി ഇതിൻ്റെ ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മെറീനാസ് കിച്ചണിലേക്ക് സ്വാഗതം.
ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പായസമാണ്, അരിപ്പായസം. എങ്ങനെയാണ് എന്ന് നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. പാകത്തിന് മധുരമൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി ഇച്ചിരിയും കൂടെ ജീരകത്തിൻ്റെ പൊടിയും ഏലക്കയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. അത് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ പായസം റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തനിപ്പാലാണ് ഉപയോഗിക്കേണ്ടത്. അത്യാവശ്യം വലിയൊരു ഗ്ലാസ് നിറച്ചും തനിപ്പാലുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട്